രക്ഷാദീപം ശുശ്രൂഷയിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തെ തിരുവചനങ്ങളിൽ നിന്ന് പഠിക്കുവാനുമായി ദൈവം നൽകിയ നല്ല സമയത്തിന് അവിടത്തേക്ക് നന്ദിയും സ്തുതിയും ആരാധനകളും നമുക്ക് അർപ്പിക്കാം. പുതിയ നിയമത്തിൽ ഹെബ്രായർക്കുള്ള ലേഖനം 7-ാമത്തെ അധ്യായം 25-ാം തിരുവചനം നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിന്മേൽ എന്നേക്കും ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ സമീപിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കാമെന്നും ആ ദൈവപുത്രൻ്റെ സവിശേഷതകളെക്കുറിച്ചും സുവ്യക്തമായി ഈ പറഞ്ഞ ദൈവവചന ഭാഗത്ത് നാം കാണുന്നു. ഇന്ന് അല്പസമയം നമുക്ക് നമ്മുടെ കർത്താവിനെ പരിശുദ്ധനായ, ദോഷരഹിതനായ, നിഷ്കളങ്കനായ, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനായ, സ്വർഗത്തിന്മേൽ എന്നേക്കും ഉയർത്തപ്പെട്ടവനായ, പ്രധാന പുരോഹിതനായ ആ യേശു കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ നാമത്തെ പാടിപ്പുകഴ്ത്താം. അവിടുത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഗാനത്തിൻ്റെ ഇരടികൾ പാടി നമുക്ക് അവിടുത്തെ സ്വീകരിക്കാം. എൻ പ്രേമഗീതമാ യേശുനാഥ, എൻ പ്രേമഗീതമാ യേശുനാഥ, നീ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. ഏറ്റവും പ്രിയനായ നമ്മുടെ കർത്താവിനെ, സ്വർഗത്തിൻ്റെ പരിശുദ്ധനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, മലാഖമാർ, ക്രോവേന്മാരും ഇസ്രാഫേന്മാരും അവിരാമം പാടിപ്പുകഴ്ത്തുന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ ഈശോയെ നമ്മുടെ ജീവനേക്കാൾ, സർവസ്വത്തെക്കാൾ ഉപരിയായി ഉള്ളിൻ്റെ ഉള്ളിൽ സ്വീകരിച്ച് നമുക്ക് പാടി ആരാധിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാ
എല്ലാവരും ചേർന്ന് ആരാധന 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 ആരാധന. ഈശോയും നമ്മളും ഒന്നു ചേരുന്നതാണ് ആരാധന. സൃഷ്ടാവും സൃഷ്ടിയും ഒന്നായിത്തീരുന്നു. പുഴ ഒഴുകി കടലിൽ ചേരുന്നത് പോലെ, രണ്ട് ലോഹങ്ങൾ ഉരുകി ഒന്നായിത്തീരുന്നത് പോലെ ഈശോയും നമ്മളും ഒന്നായിത്തീരുന്നതാണ് ആരാധന. ഈശോയെ, ഈ സ്വർഗീയ നിമിഷങ്ങളിൽ അങ്ങും ഞങ്ങളും ഒന്നായിത്തീരട്ടെ, ഏകീഭവിക്കട്ടെ. ഗാനത്തിൻ്റെ ഇരടിയോട് ചേർന്ന് പാടി ആരാധിക്കാം. അങ്ങിപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ, അങ്ങിപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ സ്വന്തമേ, നിന്നിൽ ഞാനും ചേർന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ, അങ്ങിൽ ഞാനും ചേരുന്നിതാ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന. എന്നേശുവേ എൻ സ്നേഹമേ, എന്നേശുവേ എൻ സ്നേഹമേ, എന്നേശുവേ എൻ സ്നേഹമേ, എന്നേശുവേ എൻ സ്നേഹമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, കർത്താവേ ആരാധന, കർത്താവേ മഹത്വം, കർത്താവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ചേർന്ന് പറയാം ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ Hallelujah. ഹല്ലേലൂയ. Hallelujah. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ക്രിസ്മസ് ദിനത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് കർത്താവിൻ്റെ തിരുവചനങ്ങളാൽ നമുക്ക് സമ്പുഷ്ടരായി തീരാം. അവിടുത്തെ അനുഗ്രഹീതമായ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാം. കർത്താവിനെ ആരാധിക്കുന്നതും കർത്താവിനെ ഹൃദയത്തിൽ വഹിച്ച് ജീവിക്കുന്നതുമാണ് ഏറ്റവും സന്തോഷകരമായ ജീവിതം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ കേൾക്കുന്നത് പോലെ സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സൗഭാഗ്യമാണ്, നന്മകളാണ്. ആ സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവ, ആ ഉറവയാണ് ക്രിസ്തു. നമ്മൾ പലപ്പോഴും നന്മകളും സൗഭാഗ്യങ്ങളും പദാർത്ഥ ലോകത്തിലും മനുഷ്യരിലും പണത്തിലും ഒക്കെ തേടുന്നവരാണ്. എന്നാൽ വിശുദ്ധ കുർബാനയിലെ ആ പ്രാർത്ഥന എത്ര മനോഹരമാണ്. സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവയായ ദൈവം.
ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ മഹാപരിശുദ്ധനായ ദൈവത്തെയാണ് നാം ധ്യാനിക്കുന്നത്. സൃഷ്ടാവിനെ സൃഷ്ടികൾ ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ സൃഷ്ടിയുടെ മഹത്വം വർദ്ധിക്കും. ഒന്നുകൂടെ, സൃഷ്ടാവിനെ സൃഷ്ടികളായ നമ്മൾ ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ സൃഷ്ടികളായ നമ്മുടെ മഹത്വം വർദ്ധിക്കുകയാണ്, ശോഭയുള്ള മനുഷ്യരായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാനും നമുക്ക് ചാരാനുമുള്ള ഒരു വ്യക്തിയെ കർത്താവ്, പിതാവായ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ്, ആ കർത്താവിൻ്റെ സവിശേഷതകൾ ഓരോന്നും നമ്മൾ ധ്യാനിക്കണം. ഒരു ദൈവഭക്തനാണ് അതെപ്പോഴും ചെയ്യുക. ഭക്തിയുള്ളവൻ തൻ്റെ നാഥനെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. അതിന് വിദ്യാഭ്യാസം വേണമെന്നില്ല, അറിവും പാണ്ഡിത്യവും വേണമെന്നില്ല. തിരുവചനത്തിലേക്ക് നമുക്ക് പോകാം. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ആരംഭത്തിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവിൻ്റെ സവിശേഷതകൾ. ഹെബ്രായർക്കുള്ള ലേഖനം 7-ാമത്തെ അധ്യായം 25-ാം വാക്യം. തന്നിലൂടെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ, പിതാവിനെ സമീപിക്കുന്നവർക്ക് അവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. യേശുവിലൂടെ ആരെല്ലാം പിതാവിലേക്ക് വരുന്നു അവരെല്ലാം രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. അവനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവൻ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുവശത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആർക്ക് വേണ്ടി? യേശുവിലൂടെ ദൈവത്തെ സമീപിക്കുവാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നു, ആ പാത ആരെല്ലാം തിരഞ്ഞെടുത്തു, അവർക്ക് വേണ്ടി പിതാവിൻ്റെ വലതുവശത്തിരുന്ന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആ യേശുവിൻ്റെ സവിശേഷതകളാണ് പുസ്തകത്തിൽ പറയുന്നത്. എന്താണ് ഒന്നാമത്തെ സവിശേഷത? അവൻ മഹാപരിശുദ്ധനാണ്. അവൻ പരിശുദ്ധനാണ്, അശുദ്ധി ലവലേശമില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രൻ. പിന്നെയോ അവൻ ദോഷരഹിതനാണ്. അവനൊരു ദോഷവും നിനക്ക് ചെയ്യില്ല. സൂര്യനിൽ നിന്ന് ഇരുട്ട് വരാത്തതുപോലെ ക്രിസ്തുവിൽ നിന്ന് ഒരു ദോഷവും നിനക്ക് വരികയില്ല. അവൻ ദോഷരഹിതനാണ്, അവൻ നിഷ്കളങ്കനാണ്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ പറയും നിഷ്കളങ്കനായിട്ടുള്ള കുഞ്ഞിൻ്റെ കണ്ണുകളിൽ നല്ല തിളക്കം, നിഷ്കളങ്കമായിട്ടുള്ള പുഞ്ചിരി, നോട്ടം എന്നൊക്കെ പറയും. എന്നാൽ ഇത് സൃഷ്ടാവ് കളങ്കത്തിൻ്റെ ഒരു അംശം പോലും ഏൽക്കാത്തത്. ആ കുഞ്ഞിൽ പിന്നെയും കളങ്കമുണ്ട് അല്ലേ? സങ്കീർത്തകൻ പറയുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയാണ് എന്ന് പറയുന്ന ആ പാപത്തിൻ്റെ കറ കുഞ്ഞിലുണ്ടെങ്കിലും ഈ ദൈവപുത്രൻ നിഷ്കളങ്കനാണ്. പിന്നെയോ അവൻ പാപികളിൽ നിന്ന് വേർപെട്ടവനാണ്, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ. യേശുക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ യഹൂദന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ സാധിക്കും? ലോകത്തിലെ ഏത് മഹത് വ്യക്തിത്വങ്ങൾക്ക് ഇത് പറയാൻ കഴിയും? നമ്മിൽ ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? യേശുക്രിസ്തു യഹൂദന്മാരോട് ചോദിക്കുന്നു, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ സാധിക്കും? ലോകത്തൊരു മനുഷ്യനും അങ്ങനെ പറയാൻ സാധിച്ചിട്ടില്ല. യേശുവിന് മാത്രം പാപം അവനിലില്ല, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ. പിന്നെയോ സ്വർഗത്തിന്മേൽ എന്നേക്കും ഉയർത്തപ്പെട്ടവൻ. ഉയർത്തപ്പെട്ടവൻ മാത്രമല്ല, മഹാപുരോഹിതൻ. എത്ര സവിശേഷതകളാണ് യേശുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്. നമ്മൾ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ വായിക്കുകയും നമ്മൾ ആ ക്രിസ്തുവിൻ്റെ മനോഹാരിത ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ടോ? അതോ വെറും യാചകർ മാത്രമാണോ? ഈ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ധ്യാനിക്കാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ഞാൻ പറയുന്ന ആശയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. യേശു ആരേക്കാളൊക്കെ ശ്രേഷ്ഠനാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. നമുക്കൊന്ന് സൂക്ഷ്മമായി നോക്കാം. ഒന്നാമതായി, പഴയ നിയമത്തിലൊരു വലിയ പ്രവാചകനാണ് യോന. വാക്കിൻ്റെ അർത്ഥം പ്രാവ് എന്നാണ്. യോന, പ്രാവ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. യോന പ്രവാചകന്റെ പുസ്തകം പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹത്തെ നിനവേ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രസംഗിക്കാൻ ദൈവം നിനവയിലേക്ക് പോയി പ്രസംഗിക്കുക. പക്ഷേ അദ്ദേഹം നിനവയിലേക്ക് പോകാതെ അദ്ദേഹം താർഷീഷിലേക്ക് പോയി ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ
അദ്ദേഹം ഒളിച്ചു പോയിട്ടുള്ള പിന്നെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കൊടുങ്കാറ്റ്, പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുണ്ടാകുന്നു, കൊടുങ്കാറ്റുണ്ടാകുന്നു. കപ്പലിലുണ്ടായ ആളുകൾ അസ്വസ്ഥരായി. അവർ തീരുമാനിച്ചു, ആരോ ഇതിൽ പ്രശ്നക്കാരൻ കയറിയിട്ടുണ്ട്. അവർ നറുക്കിട്ടു. യോനയ്ക്ക് നറുക്ക് വീണു. യോനയെ പിന്നെ കടലിലേക്ക് തള്ളിയിട്ടു നമ്മൾ വായിക്കുന്നു. തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങിയെന്നും പിന്നീട് കരയിൽ കൊണ്ട് ഛർദ്ദിച്ചുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. യോന പിന്നെ എഴുന്നേറ്റ് വീണ്ടും അദ്ദേഹം പ്രസംഗിക്കാൻ പോയതായിട്ട് ബൈബിളിൽ കാണുന്നു. യോനായുടെ പ്രസംഗം ഫലമായി എന്ത് സംഭവിച്ചു? ആ സ്ഥലത്തുള്ള നിനവേ എന്ന് പറയുന്ന നഗരത്തിലെ, മഹാനഗരത്തിലെ 1,20,000 പേര് മാനസാന്തരപ്പെട്ടു. പത്രോസ് പുതിയ നിയമത്തിൽ പ്രസംഗിച്ചപ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ 3000-ഓളം പേരാണ് മാനസാന്തരപ്പെട്ടത്. എന്നാൽ യോന പഴയ നിയമത്തിലെ പ്രവാചകൻ, ഒരൊറ്റ പ്രസംഗം, ആ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടത് 1,20,000 പേര്. എല്ലാം വിജാതീയരായിരുന്നു, എല്ലാം മാനസാന്തരപ്പെട്ടു. മാത്രമല്ല അവിടുത്തെ മൃഗങ്ങൾ, അവരുടെ വളർത്തു മൃഗങ്ങൾ, ആടുമാടുകളൊക്കെ അവർ പോലെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് തീറ്റയും കൂടിയൊന്നും കൊടുത്തില്ല, അവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ പറയുന്നു. മഹാനായ പ്രവാചകൻ, ആ പ്രവാചകൻ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. എന്താണ് ആ സത്യം വെളിപ്പെടുത്തുന്നത്? യേശുവിൻ്റെ അടുക്കൽ ധാരാളം പേര്, പ്രത്യേകിച്ച് ഫരിസേയരിലും നിയമജ്ഞരിലും പെട്ട ചിലർ വന്നു പറഞ്ഞു, നീ ഒരു അടയാളം കാണിക്കുമോ? യേശുവിനോട് ഒരു അടയാളം ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. എന്താണ് യോനാ പ്രവാചകന്റെ അടയാളം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി യേശു ക്രിസ്തു നൽകിയ അടയാളം യോനായുടെ അടയാളമാണ്. എന്താണ് യോനായുടെ അടയാളം? 3 ദിവസം ആ യോന, പിന്നെ 3 രാത്രിയും പകലും യോന തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാത്രിയും 3 പകലും എവിടെയായിരിക്കും? മണ്ണിനടിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേൽക്കും. അതാണ് മനുഷ്യകുലത്തിന് നൽകുന്ന അടയാളം. ലോകം മുഴുവനിലുള്ള മനുഷ്യർക്കുള്ള രക്ഷയുടെ അടയാളം ഇതാണ്. യോനാ പ്രവാചകന്റെ അടയാളമാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ ആളുകൾ അടയാളം നോക്കി നിന്ന അവർക്ക് കൈക്ക് വേദനയുണ്ട്, തലവേദനയുണ്ട്, മറ്റേതെങ്കിലും സാമ്പത്തിക പ്രശ്നമുണ്ട്, അതിൽ നിന്ന് ദൈവം മോചിപ്പിച്ചാൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കാം. സഹോദര സഹോദരി, അതല്ല നിനക്കുള്ള അടയാളം, എനിക്കുള്ള അടയാളം കർത്താവ് ചെയ്തു കഴിഞ്ഞു. അത് യോനാ പ്രവാചകന്റെ അടയാളമാണ്. അദ്ദേഹം 3 രാത്രിയും 3 പകലും തിമിംഗലത്തിൻ്റെ ഉള്ളിലായിരിക്കുന്നത് പോലെ മനുഷ്യപുത്രനും മണ്ണിൻ്റെ അടിയിലായിരിക്കും. അങ്ങനെ അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉദ്ധാനവുമാണ് മനുഷ്യകുലത്തിനുള്ള അടയാളം. ആ അടയാളം കണ്ട് വിശ്വസിച്ച് അവൻ അനുഗമിച്ചാൽ മതി എന്നാണ് ദൈവത്തിൻ്റെ തിരുഹിതം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ദൈവത്തിന് ഈ പാവപ്പെട്ട സുവിശേഷകരെ, പാവപ്പെട്ട ഏതെങ്കിലും പിന്നെ ദൈവവേലക്കാരെയൊക്കെ വിളിച്ചിട്ട് വേണോ ഈ സുവിശേഷ പ്രസംഗം നടത്തി മനുഷ്യകുലത്തെ രക്ഷിക്കാൻ? സ്വർഗത്തിൽ നിന്നുള്ള മിഖായേലിനെയും ഗബ്രിയേലിനെയും റഫായേലിനെയൊക്കെ വിട്ടാൽ പടാന്ന് ആളുകളെ മാനസാന്തരപ്പെടുത്തില്ലേ? അവരെ ഏൽപ്പിച്ചാൽ അല്ലേ? 1,85,000 പേരെ ഒരു രാത്രി കൊണ്ട് കൊന്ന ഒരു ദൈവദൂതന് ഈ മനുഷ്യരെ മുഴുവൻ രക്ഷിക്കാനും അവർക്ക് രക്ഷാസന്ദേശം ഈ ദൈവദൂതന്മാരെ ഏൽപ്പിച്ചാൽ ഈസി ആയിട്ട് നടത്താൻ പറ്റില്ലേ? പിന്നെ എന്തിനാണ് നമ്മളെപ്പോലുള്ള എളിയവരായ മനുഷ്യരിലൂടെ നടത്തുന്നത്? ശ്രദ്ധിക്കണം, വീണ്ടെടുപ്പ് കിട്ടിയിരിക്കുന്നത് ദൈവദൂതന്മാർക്കല്ല. ദൈവദൂതന്മാരിൽ പലരും വീണുപോയി. ആ വീണുപോയ ആളുകളാണ് പിശാചികളായിട്ട് മാറിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചില്ല, അവർക്ക് വീണ്ടെടുപ്പിൻ്റെ അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്കും നിങ്ങൾക്കുമാണ് യേശു ക്രിസ്തുവിനെ രക്ഷകന് നാഥനുമായി സ്വീകരിച്ച് വീണ്ടെടുപ്പിൻ്റെ അനുഭവമുള്ളൂ. വീണ്ടെടുപ്പിൻ്റെ അനുഭവമുള്ളവർ ഈ സുവിശേഷ സന്ദേശം പ്രസംഗിച്ച് അത് കേട്ട് മനസ്സിലായി വരുന്നവർ വന്നാൽ മതി എന്നാണ് ദൈവത്തിൻ്റെ തിരുഹിതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ നീ ചെവിക്കൊള്ളണം, അത് ഹൃദയത്തിൽ സ്വീകരിക്കണം. നിനക്കുള്ള രക്ഷാ സന്ദേശമാണ് വരുന്നതെന്ന് ഓർത്തിരിക്കണം. ഇപ്പോൾ ഇവിടെ പറയുന്നു, ഒന്നാമതായി പറയുന്നു, യോനായുടെ പ്രസംഗം അനേകരെ മാനസാന്തരപ്പെടുത്തി. എന്നിട്ട് സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 12, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നോക്കണം, അല്ലെങ്കിൽ മനസ്സിൽ വെക്കണം. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാം, യേശു ക്രിസ്തു പറയുന്നു, തന്നെ കുറിച്ച് പറയുന്നു, ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ, ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ. പഴയ നിയമത്തിൽ ആ പ്രവാചകനില്ലേ, യോന പ്രവാചകൻ, ആ പ്രവാചകനേക്കാൾ വലിയവൻ ഇവിടെ. ആരെക്കുറിച്ചാണ് യേശു പറയുന്നത്? യേശുവിനെ കുറിച്ച് പറയുന്നു. ഇതാ ഇവിടെ യോനയേക്കാൾ വലിയവൻ. യോനായുടെ പ്രസംഗം കേട്ട് 1,20,000 പേര് മാനസാന്തരപ്പെട്ടുവെങ്കിൽ അതിനേക്കാൾ വലിയവൻ ഇതാ ഇവിടെ വന്നിരിക്കുന്നു. ആ നസ്രത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരികയാണ്. പക്ഷെ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല.
യേശു ക്രിസ്തു തന്നെ ഉപമിക്കുന്നു. ആ പ്രവാചകനേക്കാൾ വലിയവനാണ് താനെന്ന്, തൻ്റെ പക്കലേക്കാണ് വരേണ്ടതെന്ന് കർത്താവ് പറയുകയാണ്. പല ആളുകളും പറയും, യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ വാതിലാണ്, അതുപോലെ ഞാൻ ഇടയനാണെന്നൊക്കെ പറയുമ്പോൾ ചില പറയും ഭയങ്കര അഹങ്കാരമാണല്ലോ അത് പറയുന്നത്. ഞാൻ എന്ന്. സത്യം അതാണ് പ്രിയപ്പെട്ടവരെ. സത്യം തുറന്നു പറയുന്നതാണ് എളിമ. സത്യം തുറന്നു പറയുകയാണ് കർത്താവ്. ഞാനാണ് വഴി, അല്ലാതെ ഞാനൊരു വഴി പോലെയാണ് എന്ന് പറഞ്ഞില്ല. ഞാൻ തന്നെയാണ് വഴി, ഐ ആം ദി വേ. അപ്പം ഞാൻ തന്നെയാണ് വഴി. കർത്താവ് സത്യം പറയുന്നു, സത്യം തന്നെയാണത്. അപ്പം അതുകൊണ്ട് യേശു ക്രിസ്തു പറയാണ്, ആ പ്രവാചകനേക്കാൾ വലിയവനാണ് ഞാൻ. എൻ്റെ അടുക്കലേക്ക് ശ്രദ്ധിക്കുക. രണ്ടാമതായി ശ്രദ്ധിക്കണമേ, പഴയ നിയമത്തിൽ ഒരു രാജാവിനെ കുറിച്ച് പറയാണ്. ആ രാജാവിൻ്റെ പേരാണ് സോളമൻ. അത് ഈ ഭാഗത്ത് തന്നെ കാണാം കേട്ടോ. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാം. യോനാ പ്രവാചകൻ്റെ അടയാളം എന്ന് പറഞ്ഞ് ആ ഹെഡിങ് കൊടുക്കുന്നിടത്തും മറ്റൊരു രാജാവിൻ്റെ പേര് പറയാണ്, സോളമൻ. മഹാനായ രാജാവാണ് സോളമൻ. ശലമോൻ എന്ന് ചില ട്രാൻസ്ലേഷൻ കാണാം. വാക്കിൻ്റെ അർത്ഥം സമാധാനം നിറഞ്ഞ മനുഷ്യൻ. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, യദീദിയ, ദൈവത്തിന് പ്രിയമുള്ളവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ദാവീദ് മഹാരാജാവിന് ബത്ശബ എന്ന് പറയുന്ന സ്ത്രീയിലുണ്ടായ ഒരു കുട്ടിയാണ് സോളമൻ. ദാവീദ് രാജാവ് പാപം ചെയ്താണ് ഈ ബത്ശബയുമായി. പക്ഷേ പിന്നീട് അങ്ങനെയുണ്ടായ കുഞ്ഞിനെ ദൈവം കൊന്നുകളഞ്ഞു. പിന്നീട് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. ആ ജീവിതത്തിലുണ്ടായ കുട്ടിയാണ് ശലോമോൻ. അതെ, ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ തകർച്ചകളിൽ നിന്ന്, ആ തകർന്നു പോയ ആ ജീവിതത്തിൽ നിന്ന്, ഒരു മൺകുടം താഴെ വീണ് ഉടഞ്ഞ് തകരുന്നത് പോലെ തകർന്നു പോയ ആ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വെളുത്ത പുഷ്പം ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. ആ അദ്ദേഹത്തിൻ്റെ പേരാണ് സോളമൻ. സോളമൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു, സമാധാനം നിറഞ്ഞ മനുഷ്യൻ. മറ്റൊരു പേര് യദീദിയ, ദൈവത്തിന് പ്രിയമുള്ളവൻ. അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം കിട്ടിയ മനുഷ്യൻ എന്ന് ബൈബിളിൽ നാം വായിക്കുന്നത്. വലിയ ജ്ഞാനിയായിരുന്നു. പക്ഷെ ശ്രദ്ധിച്ചോണം, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ കുട്ടികളോട് പറയാറുണ്ട്, സോളമനെ കണ്ട് പഠിക്കണം, വലിയ ജ്ഞാനിയാണ്. പക്ഷെ മറുവശം കൂടി കാണണം. മറുവശം എന്താണ്? സോളമന് വലിയ അബദ്ധങ്ങൾ സംഭവിച്ചു. ഇത്ര വലിയ ജ്ഞാനം കിട്ടിയിട്ട് അബദ്ധം സംഭവിക്കുമോ? സംഭവിക്കും. കാരണം എന്താണ്? സോളമന് മഹാജ്ഞാനിയായിരുന്നെങ്കിലും ദൈവം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ചിലത് അനുസരിച്ചില്ല. എന്താണ് ദൈവം പറഞ്ഞത്? അദ്ദേഹത്തോട് പറഞ്ഞു, നീ മറ്റുള്ള സ്ത്രീകളെ, അന്യമതക്കാരികളായ സ്ത്രീകളെ പോയി കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാമത്തെ അധ്യായം വായിക്കണം. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. അദ്ദേഹം പോയി ഈജിപ്തിലെ ഫറവോയുടെ മകളെ വിവാഹം കഴിച്ചു, മോവാബി സ്ത്രീയെ വിവാഹം കഴിച്ചു, അമോന്യരെ കഴിച്ചു, ഹിത്തിരെ കഴിച്ചു, ഹിവ്യരെ കഴിച്ചു. ഇങ്ങനെ ധാരാളം സ്ത്രീകളുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു. കർത്താവ് പറഞ്ഞിരുന്നു അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ദൈവം പറഞ്ഞ വാക്കുകൾ അദ്ദേഹം തെറ്റിച്ചു. രാജാക്കന്മാർക്ക് അനേകം ഭാര്യമാർ ഉണ്ടായിരിക്കരുത്, ഉണ്ടായിരുന്നാൽ അവൻ്റെ ഹൃദയം അന്യ ദൈവങ്ങളിലേക്ക് അവർ വഴിതെറ്റിച്ച് കളയുമെന്ന് ദൈവം പറഞ്ഞ വാക്ക് മഹാജ്ഞാനിയായ സോളമൻ അനുസരിച്ചില്ല. അവിടെ രാവിലെ എഴുന്നേറ്റ് ജ്ഞാനം കിട്ടണം, ജ്ഞാനം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കണം, ജ്ഞാനം കിട്ടിയാലും ദൈവം പറഞ്ഞ വചനത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ സോളമന് പറ്റിയതുപോലെ സംഭവിക്കും. സോളമൻ എന്ത് പറ്റി പ്രിയപ്പെട്ടവരെ? സോളമൻ വിവാഹം കഴിച്ചു 1000-ഓളം സ്ത്രീകളെ, 700 ഭാര്യമാരും 300 ഉപനാരികളും അവനുണ്ടായിരുന്നു എന്നാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 1000-ഓളം സ്ത്രീകളെ വിവാഹം ചെയ്ത ആളാണ് സോളമൻ. താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണും, രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്നു, സോളമന്റെ അവസാന കാലഘട്ടത്തിൽ, വാർദ്ധക്യ കാലഘട്ടത്തിൽ ഈ സ്ത്രീകളെല്ലാം അവരുടെ ആരാധിക്കുന്ന പിന്നെ ദൈവങ്ങളെ ആരാധിപ്പിക്കാൻ സോളമനെ കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലം അദ്ദേഹം അന്യദൈവങ്ങളെ ആരാധിച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോയി എന്ന് കാണുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സോളമനുണ്ടായ കുട്ടി, സോളമനുണ്ടായ മകൻ വിഡ്ഢികളിൽ ഒന്നാമനായി തീർന്നു. വിഡ്ഢികളിൽ ഒന്നാമനായി തീർന്നു. മഹാജ്ഞാനിക്കുണ്ടായ മകൻ വിഡ്ഢിയായി തീർന്നു. ജ്ഞാനിയായ മകനുണ്ടാകണ്ടേ? ഉണ്ടായില്ല, വിഡ്ഢിയായി തീർന്നു. നന്നായിട്ട് ഭരിക്കാൻ കഴിയാത്ത ആളായി തീർന്നു. രാജ്യം വിഭജിക്കപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയുമോ? യേശു ക്രിസ്തു സോളമനെ ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, സോളമന്റെ പ്രസംഗം കേൾക്കാൻ, സോളമന്റെ ജ്ഞാനം കേൾക്കാൻ ഒരു രാജ്ഞി അങ്ങ് തെക്ക് ഭാഗത്ത് എത്യോപ്യയിൽ നിന്നായിരിക്കണം അവൾ വന്നു. ഷേബ എന്നാണ് അവളുടെ പേര്, ഷേബ രാജ്ഞി. പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഷേബ എന്നൊക്കെ പേരിടും. ആ ഷേബ എന്ന് പേരുള്ള ആ സ്ത്രീ, ആ രാജ്ഞി വന്നു, സോളമന്റെ ജ്ഞാനം കേൾക്കാൻ വന്ന. അങ്ങ് വളരെ ദൂരെ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവൾ വന്നു എന്നാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. സോളമന്റെ ജ്ഞാനം കേൾക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നിട്ട് യേശു പറഞ്ഞു, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ.
പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? സോളമൻ്റെ ജ്ഞാനം കേൾക്കാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നൊരു സ്ത്രീ വന്നിരിക്കുകയാണ്. ആരാണ്? മോശക്കാരിയല്ല, ഒരു രാജ്ഞിയാണ് വന്നിരിക്കുന്നത്. സോളമൻ്റെ ജ്ഞാനം കേൾക്കാൻ വന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ ജ്ഞാനം കേൾക്കാൻ നീ പോകാത്തത് എന്തുകൊണ്ട്? ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസത്തിൽ മണ്ണിൽ നിന്ന് ഉയർത്തു വന്ന് നിങ്ങളെ കുറ്റം പറയും. എന്ത് കുറ്റം പറയും? ഞാൻ സോളമന്റെ ജ്ഞാനം കേൾക്കാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് യേശു മിശിഹായുടെ വാക്കുകൾ കേൾക്കാൻ വന്നില്ല? അതുകൊണ്ട് അവർ ഉയർത്തെഴുന്നേറ്റ് നമ്മളെ കുറ്റം വിധിക്കുമത്രേ. അതുകൊണ്ട് സോളമനേക്കാൾ വലിയവൻ, പഴയ നിയമത്തിലെ രാജാവായ സോളമനേക്കാൾ വലിയവൻ. സോളമനാണ് ഏറ്റവും വലിയ സമ്പന്നനായിരുന്നത്, സോളമനാണ് ഏറ്റവും ജ്ഞാനമുണ്ടായിരുന്നത്, കീർത്തി കേട്ട ആളായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു പറയുന്നു, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നമ്മൾ ആരാധിക്കുന്ന ആ സ്നേഹ ദൈവം നമ്മളെ മനസ്സിലാക്കി തരാണ് സോളമനേക്കാൾ വലിയവനാണ്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ടു ആരേക്കാൾ വലിയവൻ? യോനയേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞു. ഇപ്പതാ പ്രവാചകനുമല്ല, ആ പ്രവാചകനേക്കാളും രാജാവിനേക്കാൾ മഹത്വമേറിയ കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഉള്ളിൽ ഓരോ ചിത്രങ്ങൾ വേണം. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ. വേദപുസ്തകം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ പുസ്തകമാണ്. ആര്? യേശു ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ പുസ്തകമാണ് ബൈബിൾ. പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ ചിത്രങ്ങൾ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ പുസ്തകമാണ് ബൈബിൾ. ഒന്നുകൂടെ, പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ ചിത്രങ്ങൾ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ പുസ്തകമാണ് ബൈബിൾ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു ചിത്രമുണ്ടോ നിൻ്റെ ഹൃദയത്തിൽ? ഏതെങ്കിലും ഒരു ചിത്രം? പാരമ്പര്യമായിട്ട് നമ്മൾ പറയും, കർത്താവ് ആ കുരിശിൻ്റെ വഴിയെ പോകുമോ അല്ലേ, കർത്താവിൻ്റെ തിരുമുഖം ഒപ്പിയെടുത്ത് ആ തുവാലയിൽ കർത്താവിൻ്റെ ചിത്രം പതിഞ്ഞതുപോലെ തന്നെ. അങ്ങനെ വല്ല ചിത്രമുണ്ടോ ഹൃദയത്തിൽ? ചിത്രം, യേശുവിൻ്റെ ചിത്രം, എനിക്ക് വേണ്ടി യാഗമായവൻ്റെ ചിത്രം, എനിക്ക് വേണ്ടി പുൽക്കൂട്ടിൽ ജനിച്ചവൻ്റെ ചിത്രം, മനുഷ്യനായി വന്ന ദൈവത്തിൻ്റെ ചിത്രം നിൻ്റെ ഉള്ളിലുണ്ടോ? എന്ന് പറഞ്ഞാൽ വാക്കുണ്ടോ? വാക്ക്, ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലേ, ലേസർ രശ്മി കൊണ്ട് പിന്നെ അടയാളമിടുന്നത് പോലെ, അല്ലെങ്കിൽ മോശയുടെ കൽപ്പന പാറക്കല്ലിൽ കൊത്തിയെടുത്തതുപോലെ, അങ്ങനെ വല്ല ചിത്രങ്ങളുണ്ടോ അകത്ത്? യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ചെയ്ത ഏതെങ്കിലും ചിത്രങ്ങൾ? ആ ചിത്രങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളായി തീരണം. പാവപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസം വേണമെന്നില്ല, അധികം വിവരം വേണമെന്നില്ല, നിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ കൊണ്ട് നടക്കാൻ. എന്നോടൊരു അമ്മ ചോദിച്ചു, എനിക്കൊരു പ്രാർത്ഥനാ പുസ്തകം കൊണ്ട്, ഒരു പ്രാർത്ഥനാ പുസ്തകം എനിക്ക് തരാം. ഞാൻ പറഞ്ഞു തരാം. ആ പ്രാർത്ഥനാ പുസ്തകത്തിൻ്റെ കവർ പേജിൽ യേശുവിൻ്റെ പടമുള്ള ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് വേണ്ടത്. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തിനാ യേശുവിൻ്റെ പടമുള്ള പ്രാർത്ഥനാ പുസ്തകം? ആ സഹോദരി പറഞ്ഞു, ബ്രദറെ എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചു, വായിക്കാൻ അറിയാത്ത ആൾക്ക് എന്തിനാണ് പ്രാർത്ഥനാ പുസ്തകം? അപ്പോൾ ആ അമ്മ പറഞ്ഞു, പശുവിനൊക്കെ പുല്ലരിഞ്ഞു കൊണ്ടു കൊടുക്കുന്ന അമ്മ എന്നോട് പറഞ്ഞു, ആ പ്രാർത്ഥനാ പുസ്തകമല്ലേ, ഞാൻ രാത്രി കിടക്കുന്ന നേരത്ത് യേശുവിൻ്റെ പടമുള്ള പുസ്തകം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് കിടക്കും. അപ്പോഴോ എനിക്ക് എന്തൊരു ആശ്വാസമാണെന്നോ കിട്ടുന്നത്, ഒരാശ്വാസം. പാവപ്പെട്ടൊരു സ്ത്രീ, സ്കൂളിൻ്റെ പടി പോലും കാണാത്തൊരു സ്ത്രീ കർത്താവിനെ സ്നേഹിക്കുന്നു കണ്ടോ? യേശുവിൻ്റെ പടം നെഞ്ചത്ത് ചേർത്ത് വെച്ച് കിടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആശ്വാസം. സ്നേഹമുള്ളവരെ, നമുക്ക് ആ സ്ത്രീയെ കുറ്റം പറയാൻ പറ്റില്ല. ഭക്തിയാണ് ഭക്തി. കർത്താവിനെ നെഞ്ചിൽ സ്വീകരിച്ചേക്കുക. വേദപുസ്തകത്തിൽ ഒരു വാക്കും അറിയില്ലായിരിക്കാം, പക്ഷെ അതിൻ്റെ എസെൻസ്, അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടു ആ സ്ത്രീ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മഹാനായ വ്യക്തി, യോനയേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ അല്ലെങ്കിൽ സോളമനേക്കാൾ വലിയവൻ, അവനെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. അവനെയാണ് ധ്യാനിക്കേണ്ടത്, അവനെയാണ് നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടത്. ഓരോ സമയവും ആ ചിന്തയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഏത് ജോലി ചെയ്താലും, അടുക്കളയിൽ ജോലി ചെയ്താലും, അൾത്താരയിൽ ശുശ്രൂഷ ചെയ്താലും, ഒരു പറമ്പിൽ പണിയെടുത്താലും, നിൻ്റെ ഉള്ളിൽ കർത്താവുമായിട്ടുള്ള ബന്ധം. ആളുകൾ അതല്ല ചിന്തിക്കുന്നത്. ആളുകളുടെ വിചാരം സങ്കീർത്തനം 91 വായിച്ചാൽ അപകടമുണ്ടാവില്ല, സങ്കീർത്തനം 91 കാണാതെ പഠിച്ചാൽ അപകടമുണ്ടാവില്ല, സങ്കീർത്തനം 91 കാറിൻ്റെ പുറകിൽ സാം 91 എന്ന് എഴുതിയാൽ കാർ ഇടിക്കില്ല. അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. സങ്കീർത്തനം 91 14 പറയുന്നു, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. യേശുവിനോട് ഒട്ടി നിൽക്കുക, അതാണ് നമ്മുടെ ബോധ്യമായിരിക്കട്ടെ. യേശുവിനോട് ഒട്ടി നിൽക്കുക, ഈ ബോധ്യമാണ് വെച്ച് പുലർത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും ആരേക്കാൾ വലിയവനാണ് യേശു, ആരിലും വലിയവൻ എന്ന് പറയുന്നു. നമ്മൾ പാട്ട് പാടാറുണ്ട്, ഇനിയും ആരേക്കാൾ വലിയവനാണ് യേശു. വേദപുസ്തകം എന്ന് പറയുന്നു,
പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹെബ്രായർക്കുള്ള ലേഖനമുണ്ട്. ഹെബ്രായർക്കുള്ള ലേഖനം 13 അധ്യായമുള്ള പുസ്തകമാണ് ഹെബ്രായർക്കുള്ള ലേഖനം. ആരാണ് ആ പുസ്തകം എഴുതിയെന്ന് അറിഞ്ഞുകൂടാ. പൗലോസ് അപ്പോസ്തലനെന്ന് ചിലർ പറയുന്നു, അല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലൊക്കെ ഈ ലേഖനത്തിൽ നിന്ന് വായനയുണ്ടായാൽ ഹെബ്രായർക്കുള്ള ലേഖനം എന്നേ വായിച്ച് കേൾക്കാറുള്ളൂ അല്ലേ. ഏതായാലും നന്നായിട്ട് ദൈവവചനം പഠിച്ച ഒരാളാണ് ഹെബ്രായ ലേഖനം എഴുതിയത്. കാരണം ലേവ്യ പുസ്തകം പഠിക്കാതെ ഹെബ്രായ ലേഖനം നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം ലേവ്യ പുസ്തകത്തിലെ യാഗങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ ഹെബ്രായ ലേഖനം മനസ്സിലാവുള്ളൂ. ദാനിയേൽ പ്രവചനം പഠിച്ചാൽ മാത്രമേ വെളിപ്പാടിൻ്റെ പുസ്തകം മനസ്സിലാവുള്ളൂ. രണ്ടും തമ്മിൽ കണക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടിയും ദൈവവചനം വായിക്കുന്നവരായി തീരണം. ഒരു സക്കേവ്യൂസും ഒരു ധൂർത്തപുത്രനും അല്പം മുന്തിരിവള്ളിയും ഒരു എന്താണ് ധനവാന്റെയും ലാസറിൻ്റെയും മാത്രം കഥ പഠിച്ച് നമ്മളതിൽ പിടിച്ചിങ്ങനെ ഉരുണ്ടുരുണ്ട് ജീവിക്കുക പോരാ. കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങണം. വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങുമ്പോൾ അല്പം ശ്വാസമുട്ടൽ വരും. പക്ഷേ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ നിനക്ക് ശ്വാസമുട്ടൽ വരില്ല. നിനക്ക് ആനന്ദമുണ്ടാകും, നിനക്ക് സന്തോഷമുണ്ടാകും. കൊള്ള മുതൽ കിട്ടിയതുപോലെ ഞാൻ വചനത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ദൈവത്തിൻ്റെ വചനം നിന്നിലേക്ക് വരുമ്പോൾ വചനം നിനക്ക് ഉത്കർഷം ഉണ്ടാക്കി തരും. നിന്റെ ഉള്ളിൽ നല്ല ദിവ്യ പ്രചോദനങ്ങൾ ഉണ്ടാക്കി തരും. സത്യമാണ്. അല്ലെങ്കിൽ ദൈവവചനം വായിച്ചു നോക്കണം. ഹെബ്രായർക്കുള്ള ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഹെഡിങ് ഉണ്ട്. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. മിഖായേൽ ദൂതനേക്കാൾ, ഗബ്രിയേൽ ദൂതനേക്കാൾ, റഫായേൽ ദൂതനേക്കാൾ. നമുക്ക് പേരറിഞ്ഞുകൂടാത്ത എത്രയോ ദൂതന്മാരുണ്ട്. ഓരോ മനുഷ്യർക്ക് ഓരോ കാവൽമാലാഖിയുണ്ടെന്ന് പറയുമ്പോൾ ഇതുമാത്രം ദൈവദൂത ഗണമായിരിക്കും. ഈ സ്വർഗത്തിലെ കോടാനുകോടി ദൈവദൂതന്മാരെക്കാൾ വലിയവനാണ് നീ ആരാധിക്കുന്ന യേശു ക്രിസ്തു എന്ന് ഹെബ്രായർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഹെബ്രായ ലേഖനകർത്താവ് പറയുന്നു, ഏത് ദൂതനോടാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയത് എന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും ദൂതന് ദൈവം ജന്മമേകി എന്ന് പറയുന്നുണ്ടോ? ദൈവദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ എന്ന് ഏതെങ്കിലും ദൂതന്മാരെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. ഹെബ്രായ ലേഖനം 1-ൽ പറയുന്നു, ദൂതന്മാരെക്കാൾ, സ്വർഗത്തിലുള്ള കോടാനുകോടി ദൂതന്മാരെക്കാൾ, പ്രധാന ദൂതന്മാരായ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, മാലാഖമാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. ഏത് ദൂതനോടാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയത് എന്ന് പറയുന്നില്ല. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. ആരാധിക്കട്ടെ? യേശു ക്രിസ്തുവിനെ ആരാധിക്കട്ടെ എന്ന്. അതുകൊണ്ട് സ്വർഗത്തിലെ എല്ലാ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇതൊരു കൺവിക്ഷനായിട്ട്, ബോധ്യമായിട്ട് അവിടെ കിടക്കണം. ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ദൈവദൂതന്മാരുടെ കാര്യങ്ങൾ ധാരാളം മനസ്സിലാക്കിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് അനേകരെ രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ വരുന്നത് കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ സായാഹ്ന ബലിയുടെ അടുക്കൽ വരുന്നത് കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ സക്കറിയ പുരോഹിതന്റെ അടുക്കൽ, പിന്നെ ധൂപപീഠത്തിന്റെ അടുക്കൽ ദൈവദൂതൻ വരുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെ ദൈവദൂതന്മാർ, വെളിപാടിന്റെ പുസ്തകത്തിൽ പോയാൽ ദൈവദൂതന്മാരെ തടഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ല. അതുപോലെ ദൈവദൂതന്മാർ, എന്തുമാത്രം ദൈവദൂതന്മാർ. പക്ഷെ അതിനേക്കാൾ, ആ ദൈവദൂതന്മാരെക്കാൾ വളരെ 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 ഉന്നതനായി നിൽക്കുന്ന ആളെയാണ് നീ ചങ്കിൽ കൊണ്ട് നടക്കേണ്ടത് എന്ന് വേദപുസ്തകം പറയുന്നു. അതാണ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ദൂതന്മാരുടെ പണി എന്താണ് പ്രിയപ്പെട്ടവരെ? ബൈബിൾ പറയുന്നു, ഹെബ്രായ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. 14-ാം വാക്യമൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കാണാം, രക്ഷയുടെ, ശ്രദ്ധിക്കണമേ, രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം. ഒന്നുകൂടെ ചെവി തുറന്ന് മനസ്സ് തുറന്ന് കേൾക്കണം. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളാണവർ. ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകാൻ കർത്താവിൻ്റെ രക്ഷ ഈ ഭൂമിയിൽ വെച്ച് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുമായി നീ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ശുശ്രൂഷ നീയാണ് VIP. നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ദൈവം അയക്കുന്ന ആളാണത്രേ മാലാഖ. ഞാൻ പറഞ്ഞ വാക്കല്ല, പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഹെബ്രായ ലേഖനം ഇപ്പോൾ തന്നെ തുറന്നു നോക്കണം. 1-ാമത്തെ അധ്യായം തുറന്നു നോക്കുമ്പോൾ കാണാം, അതിൻ്റെ താഴേക്ക് ഇങ്ങനെ 14-ാം വാക്യം വരെ ഇങ്ങോട്ട് വായിച്ചോളൂ. അപ്പോൾ കാണാം, എന്ത് കാണാം? രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളാണ് അവരെല്ലാം.
അവർ സേവകാത്മാക്കളാണ്. ആർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ? രക്ഷയിലേക്ക് വരുന്നവർക്ക് വേണ്ടി, രക്ഷയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി. യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ രക്തം നിന്റെ മേൽ വീണിട്ടുണ്ടോ? ആ രക്തത്താൽ നീ കഴുകപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നീ സ്വർഗത്തിൻ്റെ നിക്ഷേപമാണ്. നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ അവൻ വരും. ദൈവദൂതന്മാർ നീ കാണുന്നില്ലെന്നുള്ളൂ, നിന്റെ ബെഡ്റൂമിലുണ്ട്, നീ യാത്ര ചെയ്യുമ്പോഴുണ്ട്, അപകടകരമായ സ്ഥലത്തൂടെ പോകുന്നുണ്ട്, പിശാചിൻ്റെ ആക്രമണത്തിൽ നിന്നെ തടയിടാൻ വേണ്ടി അവൻ വരുന്നുണ്ട്. ദൈവദൂതന്മാർ അതുകൊണ്ട് അവർ സേവ ചെയ്യാൻ വന്നിരിക്കുകയാണ് നമ്മൾ. എന്നാൽ ദൈവപുത്രൻ അങ്ങനെയല്ല. ദൈവപുത്രനെ ഈ ദൂതന്മാരെല്ലാം ആരാധിക്കണം. അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ ഭൂമിയിലെ ജീവിതം മനസ്സിലാക്കണം. ഈ ഭൂമിയിലെ ജീവിതം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. എന്തിനാണ് ഈ ഭൂമിയിലെ ജീവിതം? ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നിന്റെ നിത്യത സ്വർഗത്തിൽ ചെലവഴിക്കണമോ നരകത്തിൽ ചെലവഴിക്കണമോ എന്ന് നിനക്ക് നിശ്ചയിക്കാനുള്ള സമയമാണ് ഭൂമിയിലെ ജീവിതം. ആരെയും നിർബന്ധിക്കുന്നില്ല കർത്താവ് കേട്ടോ. എന്നാൽ കർത്താവ് പറഞ്ഞു തരുന്നു, നമുക്ക് പറഞ്ഞു തരുന്ന എന്താണ്? നിനക്ക് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും. അത് നിശ്ചയിക്കാനുള്ള സമയമാണ് ഭൂമിയിലെ ജീവിതം. ഭൂമിയിലെ ജീവിതം നിന്റെ നിത്യത എവിടെ ചെലവഴിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തീരുമാനിക്കണം, ഈ സമയത്ത് തന്നെ തീരുമാനിക്കണം. കർത്താവേ, എൻ്റെ നിത്യത നിന്നോടൊത്ത് എനിക്ക് ചിലവഴിക്കണം. അതിന് അപ്പോൾ തീരുമാനിച്ചാൽ പോരെ, ഇപ്പോൾ തീരുമാനിക്കണം. ചിലർ പറയും മരണമല്ലേ, പിന്നെ സ്വർഗം നരകമൊക്കെ അല്ലേ, അതൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാമെന്ന് പറയും. അങ്ങനെയല്ല, മണ്ടത്തരം പറ്റരുത്. നമ്മൾ ഭോഷന്മാരായി തീരരുത്. ഇവിടെ വെച്ച് നിശ്ചയിക്കണം, ഇവിടെ വെച്ച് നിശ്ചയിക്കണം. നമ്മൾ തെറ്റായ തീരുമാനമെടുക്കരുത്. അതുകൊണ്ട് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു എന്ന് ഹെബ്രായ ലേഖന കർത്താവ് പറയുകയാണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, യോനയേക്കാൾ വലിയവനാണ്. പിന്നീട് ഞാൻ സൂചിപ്പിച്ചു സോളമനേക്കാൾ വലിയവനാണ്. ഇപ്പോൾ പറയുന്നു എല്ലാ സ്വർഗീയ ദൂതന്മാരെക്കാളും വലിയവനാണ്. വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ ഹെബ്രായർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനെ കുറിച്ച് പറയുന്നു. ആരാണെന്നോ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ? മോശ. അമ്രാം യോക്കബദ് ദമ്പതികൾക്ക് 3 മക്കളുണ്ടായി. അതിലൊരാളാണ് മോശ, വേറൊരാളാണ് അഹറോൻ, വേറൊരാളാണ് മിരിയാം. ഈ 3 ആളുകളും കൂടിയാണ് ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക് നയിച്ചതെന്ന് നമ്മൾ കാണുന്നു. മോശ വലിയ ആളായിരുന്നു, പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിരുന്നു മോശ. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥ ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ദൈവം തിരഞ്ഞെടുത്ത ബലഹീനനായ, ലോകത്തിലെ ഏറ്റവും സൗമ്യനായിട്ടുള്ള മനുഷ്യനുമായിരുന്നു. ദൈവം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. അദ്ദേഹത്തിലൂടെയാണ് കനാൻ നാട്ടിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയി. ആ മോശ പഴയ നിയമത്തിലെ വലിയ ആളാണ്. മാത്രമല്ല യേശു ക്രിസ്തു രൂപാന്തരീകരണ മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോശ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മോശ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. മോശ അവിടെ വന്നിട്ടുണ്ട്. ആ മോശയേക്കാൾ വലിയവനാണ് യേശു എന്ന് ഹെബ്രായ ലേഖനം പറയുന്നു. 3-ാമത്തെ അധ്യായം. മോശ ആരെ പോലെയായിരുന്നു? ഒരു വീട്ടിലെ വേലക്കാരനെ പോലെ വിശ്വസ്തനായിരുന്നു. ഭൃത്യൻ എന്ന വാക്കാണ് ബൈബിളിൽ പറയുന്നത്. മോശ ഒരു വീട്ടിലെ വേലക്കാരനാണെങ്കിൽ യേശു ആ വീട്ടിലെ പുത്രനാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു യേശു പുത്രനാണ്, മോശ ഭൃത്യൻ മാത്രമാണ്. യേശുവിനായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കത്തിജ്വലിക്കുന്ന സൂര്യനോട് ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തെ താരതമ്യം ചെയ്ത് എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും യേശു മോശയും തമ്മിൽ. മനസ്സിലാകുന്നുണ്ടോ? കത്തിജ്വലിക്കുന്ന ഒരു സൂര്യൻ, ആ സൂര്യൻ്റെ അടുത്ത് ഒരു മെഴുകുതിരിയോ ഒരു മിന്നാമിനിങ്ങയോ പ്രകാശിച്ചാൽ എത്രയുണ്ടോ അത്രയേ ഉള്ളൂ മോശ എന്ന് പറയുന്ന ആള്. യേശുവിനോട് താരതമ്യം ചെയ്യുമ്പോൾ മോശ വളരെ ചെറുതാണ്. എന്നാൽ യേശു മഹത്വമുള്ള പുരുഷനായി കാണുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നല്ല, ഹെബ്രായ ലേഖന കർത്താവ് താരതമ്യം ചെയ്ത് കാണിക്കുകയാണ്. മോശ ഭൃത്യനെ പോലെയാണ്, എന്നാൽ യേശു പുത്രനാണ്. പുത്രൻ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നോ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ആൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവപുത്രൻ നമ്മൾ കാണുമ്പോൾ യേശു നമുക്കറിയാവുന്ന ഒരാളല്ലേ, അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ അപ്പച്ചൻ കോട്ടും സൂട്ടിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരോടും പറയും എൻ്റെ പപ്പയാണ്. പിന്നെ വിശുദ്ധ നാട്ടിലൊക്കെ പോയിട്ട് പോകുന്നുള്ളൂ. ഈ പപ്പ തന്നെ ഈ കോട്ടും സൂട്ടൊക്കെ മാറി ഒരു തോർത്തും കൊണ്ട് കൊടുത്തിട്ട് പാടത്ത് പണി ചെയ്ത് തൂമ്പയും കൊണ്ട് കയറി വരികയാണ്. നമ്മൾ പറയുമോ പപ്പയാണോ വരണേന്ന്? നീ പറഞ്ഞില്ലെങ്കിലും അത് നിന്റെ പപ്പയാണ്. യേശു ക്രിസ്തു ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ രൂപം ധരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ആള് വേറെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹം നമ്മെ പോലെ ഇരിക്കുന്നെങ്കിലും ആള് വേറെയാണ്. അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. പാടത്തെ ചെളിയിൽ നിന്ന് അപ്പം കയറി വരുന്ന പോലെ ഒരു രൂപം ധരിച്ചിരിക്കുകയാണ്. അതാണ് അവൻ്റെ ഇൻകാർണേഷൻ അഥവാ മനുഷ്യാവതാരം. ആള് വേറെയാണ്, അദ്ദേഹം വേറെയാണ്, ആള് വേറെയാണ്, മുകളിൽ നിന്നുള്ളവനാണ്. നമ്മൾ കാണുമ്പോൾ ഒരു മനുഷ്യനായിട്ടിരിക്കുന്നെങ്കിലും സൃഷ്ടാവാണ്. അവൻ്റെ രൂപത്തിൽ അവൻ മനുഷ്യനായി വന്നതാണ്. മനുഷ്യൻ്റെ രൂപത്തിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അവൻ ഒന്നുകൂടെ വരും. ഒന്നാണ് തേജസ്സിൽ വരാൻ പോകുന്നത്, വലിയ പ്രകാശത്തിൽ വരാൻ പോകുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുക, മലകളെ ഞങ്ങളെ മൂടുവിൻ വേഗമെന്നാരവം കേൾക്കുമെങ്ങും. പണ്ട് കുരിശിൻ്റെ വഴിയിൽ പാടിയിട്ടുള്ളതാണല്ലേ, എന്താണെന്ന് മനസ്സിലായില്ലേ? മലകളോട് പറയും, മലകളെ ഞങ്ങളെ വന്ന് മൂടൂ, ആ കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കൂ.
അന്ന് അവൻ്റെ ദൃഷ്ടിയിൽ നോക്കാൻ നമുക്ക് സാധിക്കില്ല. തേജസ്സുള്ള കണ്ണുകളോടുകൂടെ അവൻ വാനമേഘങ്ങളിൽ വരുന്നൊരു സന്ദർഭം വരുന്നുണ്ട്. അന്ന് നിനക്ക് അവനെ സ്വീകരിക്കാൻ നിനക്ക് സാധിക്കണമെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് ഹൃദയത്തിൽ, നിന്റെ കൊച്ചു ഹൃദയത്തിലുണ്ടല്ലോ, യേശു ക്രിസ്തുവിന് മാത്രം നീ ഇടം കൊടുക്കണം. അങ്ങനെ ഇടം കൊടുത്ത് ജീവിച്ചാൽ നിനക്ക് അവൻ ഭയകാരണമാവുകയില്ല. പിന്നെയോ നീ നോക്കി പാർത്തിരിക്കും നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി. നീ നോക്കി പാർത്തിരിക്കും, നിന്നെ അവൻ ചേർക്കും, തൻ്റെ മാറോട് ചേർത്ത് നിന്നെ അവൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നോ, മോശ യേശുവിനേക്കാൾ വളരെ ചെറിയ ആളാണ്. മോശ ഭൃത്യനാണെങ്കിൽ യേശു പുത്രനാണ്. മോശയിലൂടെ എന്താണ് നൽകപ്പെട്ടതെന്ന് ശ്രദ്ധിക്കണം. മോശയിലൂടെ നൽകപ്പെട്ടത് 10 കൽപ്പനകളാണ്, നിയമമാണ് നൽകപ്പെട്ടത്. അതാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1:17 മോശയിലൂടെ നൽകപ്പെട്ടത് നിയമം മോശ വഴി നൽകപ്പെട്ടു. ഈ കമാൻഡ്മെന്റ്സ് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥി, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ഈ പഞ്ചഗ്രന്ഥി അല്ലെങ്കിൽ തോറ അല്ലെങ്കിൽ പെന്ററ്റുക്ക് എന്ന് പറയുന്ന ഈ പുസ്തകമൊക്കെ അദ്ദേഹത്തിലൂടെ എഴുതപ്പെട്ടു. എങ്കിൽ യേശുക്രിസ്തുവിലൂടെ എന്താണ് നൽകപ്പെട്ടത്? യേശുക്രിസ്തുവിലൂടെ നിനക്ക് ദൈവം തന്നത് കൃപയാണ്. കൃപ. മോശ വഴി നിയമം നൽകപ്പെട്ടു, ക്രിസ്തു വഴി കൃപ നൽകപ്പെട്ടു. കൃപ, ദൈവത്തിന്റെ കൃപ. ആ കൃപയാണ് നമ്മളിലേക്ക് ചൊരിയുന്നത്. കൃപ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഒരു അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, കാണാൻ നല്ല സുന്ദരൻ, സൽസ്വഭാവി, സമ്പന്നൻ, എല്ലാ തരത്തിലും യോഗ്യതയുള്ള ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പിന്നെ അവൻ വിവാഹം കഴിക്കാൻ പോവാണ്. വിവാഹം ആലോചിച്ചപ്പോൾ കൊണ്ടുവന്ന പെണ്ണെങ്ങനെയാണെന്നോ, അവളുടെ മുടിയെല്ലാം കൊഴിഞ്ഞിരിക്കുന്നു, അവൾക്ക് എന്തോ രോഗം ബാധിച്ചിരിക്കുന്നു, പല്ലെല്ലാം ഇളകിപ്പോയിരിക്കുന്നു, അവളുടെ സ്കിന്നെല്ലാം എന്തോ രോഗം വന്ന് ഇങ്ങനെ പിന്നെ എക്സിമ വന്നതുപോലെ അല്ലെങ്കിൽ പിന്നെ സോറിയാസ് വന്ന പോലെ ഇരിക്കുന്നു. ഇങ്ങനെ അവളുടെ രൂപം കണ്ടാൽ നമുക്ക് പേടി തോന്നുന്നു. രോഗിയായ വൈരൂപ്യമുള്ള ഒരു സ്ത്രീ, വിദ്യാഭ്യാസമില്ല, കാണാൻ ചന്തമില്ല, പിന്നെ അവളുടെ പഴയകാല ജീവിതം കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഈ അതിസുന്ദരനായ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുമോ? ഈ അതിസുന്ദരനായ ചെറുപ്പക്കാരൻ പിന്നെ അവന് പണമുണ്ട്, സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൽസ്വഭാവിയാണ്, അവൻ വിവാഹം കഴിക്കുമോ? എന്നെ കേൾക്കുന്ന എല്ലാവരും പറയും, ഇല്ല, ഒരിക്കലും വിവാഹം കഴിക്കില്ല. ഈ വൈരൂപ്യമുള്ള സ്ത്രീയെ, രോഗിയായ സ്ത്രീയെ ഈ അതിസുന്ദരൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. എന്നാൽ ഓർത്തോണം, നമ്മുടെ കർത്താവാണ് ലോകത്തിലെ അതിസുന്ദരൻ. ഉത്തമഗീതത്തിൽ പറയുന്നതുപോലെ 10,000-ങ്ങളെക്കാൾ ശ്രേഷ്ഠൻ. ആ 10,000-ങ്ങളെക്കാൾ ശ്രേഷ്ഠൻ അതിസുന്ദരനായ നമ്മുടെ കർത്താവ് വൈരൂപ്യമുള്ള നമ്മളെ പാപം കൊണ്ട് വൈരൂപ്യമായി കുഷ്ഠം ബാധിച്ച് നമ്മളെ രക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അതിൻ്റെ പേരാണ് കൃപ. പ്രിയപ്പെട്ടവരെ, ആ കൃപ തരാൻ കർത്താവ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, യോനയേക്കാൾ ശ്രേഷ്ഠൻ, സോളമനേക്കാൾ ശ്രേഷ്ഠൻ, ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ ഒരാൾ കൂടിയുണ്ട്. ഞാനത് ചെറുതായിട്ട് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ ഒരാളുണ്ട്, മെൽക്കീസെദെക്ക് എന്ന് പറയും. പഴയ നിയമത്തിലെ ഒരു പുരോഹിതനെ കുറിച്ച് പറയും, മെൽക്കീസെദെക്ക്. വളരെയധികം വിശദീകരിക്കേണ്ടതാണ്. പിന്നീട് നിങ്ങൾ അത് ബൈബിളിൽ വായിച്ചു നോക്കണം. ആ മെൽക്കീസെദെക്കിനേക്കാൾ വലിയവനാണ് അവൻ. യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യമുള്ള ഒരാളാണ്. അവനെക്കുറിച്ച് ഹെബ്രായ ലേഖന കർത്താവ് 7-ാമത്തെ അധ്യായത്തിൽ 4-ാം വാക്യം പറയുന്നു, അവൻ എത്ര വലിയവനെന്ന് കാണുവിൻ. അവൻ എത്ര വലിയവനാണ്. ആര്? യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. മെൽക്കീസെദെക്കിനെ അതൊരു നിഴൽ മാത്രമാണ്, അതിൻ്റെ പൊരുളാണ് യേശുക്രിസ്തു എല്ലാവരേക്കാൾ വലിയവൻ. അതുകൊണ്ട് എല്ലാവരേക്കാൾ വലിയവനായ യേശുവിനെ നീ നിന്റെ ചങ്കിൽ സ്വീകരിക്കാൻ പോകുന്നത് എല്ലാവരേക്കാൾ വലിയവനെയാണ്. 8-ാം സങ്കീർത്തനം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിൽ എഴുതി വെച്ചിട്ടുണ്ടത്രേ, അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. ചന്ദ്രനിലല്ല, നമ്മുടെ ചങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് എഴുതാം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മഹത്വമുള്ള നമ്മുടെ കർത്താവിനെ നമ്മുടെ നെഞ്ചിൽ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി കർത്താവിനെ നമുക്ക് ആരാധിച്ച് അവനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹീതമായി ഈ നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ നല്ല സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച് നന്ദി പറയുന്നു. തിരുവചനം കേട്ട എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾ പാടി അങ്ങയെ ആരാധിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുതകരമായ കൃപ ഞങ്ങളിലേക്ക് ഒഴുക്കണം. വീടുകളിലും ആശുപത്രികളിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇരുന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. ഈ ആരാധനയുടെ സമയത്ത് അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകണമേ. പ്രാർത്ഥിക്കാം, ആരാധിച്ച് നമുക്ക് പാടാം. വിൺമഹത്വമാകെ മാറ്റിവച്ചു നീ
മന്നിതിന്റെ മാലുകൾ ഏറ്റു നീ ഹല്ലേലൂയ. വിൺമഹത്വമാകെ മാറ്റി വച്ചു നീ. യേശുവേ. മന്നിതിന്റെ മാലുകൾ ഏറ്റു നീ. മർത്യരൂപമാർന്നു ദാസനായി നീ. മൃത്യു കൈവരിച്ചൊരാ സ്നേഹമേ. മർത്യരൂപമാർന്നു ദാസനായി നീ. മൃത്യു കൈവരിച്ചൊരാ സ്നേഹമേ. എന്നേശുവേ നീ എത്ര നല്ലവൻ, നീ എത്ര കാരുണ്യവാൻ. നിൻ സ്നേഹമോർത്താൽ എന്തൊരത്ഭുതം. ഓ നിത്യമാം സ്നേഹമേ. എന്നേശുവേ നീ എത്ര നല്ലവൻ, നീ എത്ര കാരുണ്യവാൻ. നിൻ സ്നേഹമോർത്താൽ എന്തൊരത്ഭുതം. ഓ നിത്യമാം സ്നേഹമേ. നാം പാപികളായിരിക്കെ നമ്മെ സ്നേഹിച്ചവൻ, നാം ബലഹീനരായിരിക്കെ നമ്മെ സ്നേഹിച്ചവൻ, നാം ശത്രുക്കളായിരിക്കെ നമ്മെ സ്നേഹിച്ചവൻ. പ്രിയമുള്ളവരെ, നല്ല മനുഷ്യർക്ക് വേണ്ടി ആരെങ്കിലും മരിച്ചേക്കാം. നമ്മൾ ബലഹീനരും പാപികളും ശത്രുക്കളുമായിരുന്നിട്ടും നമ്മെ സ്നേഹിച്ച ആ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. അവനെ സ്വീകരിക്കാൻ കർത്താവേ ഞങ്ങളുടെ ഉള്ളത്തിൽ വരണം, ഞങ്ങളുടെ ജീവിതത്തിൽ വരണം, ഞങ്ങളുടെ വീട്ടിൽ വരണം, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങ് കടന്നു വരണമേ. അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുന്നു. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രകാശമേ ഞങ്ങളിലേക്ക് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിതങ്ങളെയും പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരം അകലണമേ, അത്ഭുതകരമായ പ്രകാശം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തേജസ്സ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ദൈവത്തിന്റെ കൃപ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ശരീരവും മനസ്സും ആത്മാവും വെണ്മയുള്ളതാക്കി തീർക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ വരേണമേ, എന്നിൽ നീ വരേണമേ. ഈശോയെ വരണമേ, വരണമേ. യേശുവേ വരേണമേ, എല്ലാവരിലേക്കും വരണമേ. എന്നുള്ളിൽ വരേണമേ, എല്ലാവരുടെ ഉള്ളത്തിലേക്ക് വരണമേ കർത്താവേ. യേശുവേ വരേണമേ, എന്നിൽ നീ വരേണമേ. യേശുവേ വരേണമേ, എന്നുള്ളിൽ വരേണമേ. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നാളിൽ കർത്താവിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് നമ്മളിലേക്ക് ഒഴുകട്ടെ. എല്ലാവരേക്കാൾ വലിയവനായ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ നീങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.